യൂറോപ്പിന്റെ ആത്മീയ വീണ്ടെടുപ്പിനും യൂറോപ്പ് സഭയുടെ നവീകരണത്തിനുമായി യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ നടത്തപ്പെടുന്ന ദിവ്യകാരുണ്യ മിഷൻ യാത്രയുടെ ഭാഗമായി 11 രാജ്യങ്ങൾ പിന്നിട്ട് ബോസ്നിയയിൽ എത്തിയിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അധിവസിക്കുന്ന അമ്മ മഹത്വത്തോടെ ഇറങ്ങി വന്ന മെജുഗുറി എന്ന ആ പുണ്യഭൂമിയിലാണ് ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. നമുക്കറിയാം, തിരുസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യതയുള്ള മരിയൻ പ്രത്യക്ഷീകരണമാണ് പ്രത്യക്ഷീകരണം. നമ്മുടെ കാലഘട്ടവുമായി ഒരുപാട് ബന്ധം മെജുഗുറി പ്രത്യക്ഷീകരണത്തിനും ലോകത്തിനും തിരുസഭയ്ക്കും ആവശ്യമായ പ്രവചന സന്ദേശങ്ങൾ പരിശുദ്ധ ത്രിത്വം പരിശുദ്ധ അമ്മ മാതാവിലൂടെ നൽകിയ കൃപയുടെ ഇടമാണ് മെജുഗുറിയ. നമുക്ക് പലർക്കും അറിയാവുന്നതുപോലെ പരിശുദ്ധ അമ്മ മാതൃവാത്സല്യത്തോടെ തന്റെ മക്കളെ 5 കാര്യങ്ങൾ പ്രത്യേകമായി പഠിപ്പിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളും സമൂഹങ്ങളും നമ്മുടെ സഭയും തലമുറകളെല്ലാം ദൈവത്താൽ സംരക്ഷിക്കപ്പെടുവാനും ദിനംതോറും കർത്താവിന്റെ പരിശുദ്ധിയിലും സ്നേഹത്തിലും ദൈവവചനത്തോടുള്ള അനുസരണത്തിന് നമ്മൾ വളരുവാൻ ആവശ്യമായ 5 കൃപയുടെ വഴികൾ. ഒന്നാമതായി അമ്മ മാതാവ് പറഞ്ഞു, മക്കളെ, ഞാൻ നിങ്ങളെ വിശ്വാസത്തിലേക്ക് വിളിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് വിശ്വാസത്യാഗം സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു. സഭയിൽ പോലും സത്യവിശ്വാസത്തിന്റെ ശോഷണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അമ്മ തന്റെ മക്കളെ സ്നേഹത്തോടെ വിളിക്കുകയാണ്, മക്കളെ, നിങ്ങൾ സത്യവിശ്വാസത്തിലേക്ക് മടങ്ങി. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ കൂട്ടായ്മകളിലും നമ്മുടെ കുഞ്ഞുങ്ങളിലെല്ലാം വിശ്വാസത്തിന്റെ അഗ്നി പടരുവാൻ നമുക്ക് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. രണ്ടാമത് അമ്മ പറഞ്ഞു, മക്കളെ, നിങ്ങൾ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരിക. പരിശുദ്ധ അമ്മ മെജുഗുറിയ കുന്നുകളിൽ ഇറങ്ങി വന്നപ്പോൾ പരിശുദ്ധ ജപമാല കൈകളിൽ പിടിച്ച് ജപമാല ചൊല്ലിക്കൊണ്ടാണ് അമ്മ ഇറങ്ങി വന്നത്. അമ്മ പറഞ്ഞു, മക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്റെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥനയുടെ ശക്തി മറന്നിരിക്കുന്നു. പ്രാർത്ഥന കൊണ്ട് യുദ്ധങ്ങൾ തടയാമെന്നും പ്രകൃതിക്ഷോഭങ്ങൾ ഇല്ലാതാക്കാമെന്നും കഠിന ഹൃദയങ്ങൾ തുറക്കാമെന്നുള്ള കാര്യം എന്റെ കുഞ്ഞുങ്ങൾ മറന്നുപോയി. എന്റെ സഹോദരങ്ങളെ, സ്വർഗത്തിന്റെ ഈ മുന്നറിയിപ്പ് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കുന്നവരാണ്. ധാരാളം പ്രാർത്ഥിക്കുക. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. ജപമാല ചൊല്ലി കൂടുതൽ നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമത് അമ്മ പറഞ്ഞു, ഉപവാസമാണ്. പരിത്യാഗത്തിന്റെയും പ്രാശ്ചിത്വത്തിന്റെയും ഈ നാളുകളിൽ കൂടുതൽ തീഷ്ണതയോടെ ഉപവസിച്ചുകൊണ്ട് നമുക്ക് സ്വർഗത്തിന്റെ പദ്ധതികൾ നിറവേറ്റാം. നാലാമത് അമ്മ പറഞ്ഞത് പരിശുദ്ധ കുർബാനയോട് ദിവ്യകാരണത്തോടുണ്ടായിരിക്കുന്ന ഭക്തിയാണ്. അതിലൂടെ ലഭിക്കുന്ന മാനസാന്തരമാണ്. അനുതാപവും മാനസാന്തരം നഷ്ടപ്പെട്ട കാലഘട്ടത്തിൽ നമുക്ക് അമ്മ നൽകിയ ഈ പ്രവചന സന്ദേശം ദിവ്യകാരുണ്യത്തിന്റെ കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ മാറ്റപ്പെടുവാൻ, പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന ജീവിതങ്ങളായി നമ്മൾ ഉയർത്തപ്പെടുവാൻ, യഥാർത്ഥ മാനസാന്തരത്തിന്റെ ജീവിതം നയിക്കുവാനുമായി നമുക്ക് ആഗ്രഹത്തോടൊരു. അഞ്ചാമതായി അമ്മ പറഞ്ഞു, സമാധാനമാണ്. ഞാൻ സമാധാനത്തിന് രാജ്ഞിയാണ്. മെജുഗുറിയിൽ പ്രധാനമായും പറഞ്ഞത്, ഞാൻ സമാധാനത്തിന് രാജ്ഞിയാണ്. നമ്മുടെ സഭയിൽ സമാധാനമുണ്ടാകാൻ, നമ്മുടെ സഭയിൽ സ്നേഹമുണ്ടാകാൻ, ഐക്യം വർദ്ധിക്കാൻ, കൂട്ടായ്മ വർദ്ധിക്കാൻ, നമ്മുടെ കുടുംബങ്ങളിലും കുടുംബ ബന്ധങ്ങളിലൊക്കെ ഈ സ്നേഹത്തിന്റെയും ഐക്യതയുടെയും ചൈതന്യം ധാരാളമായി വർദ്ധിച്ചു വരുവാൻ സമാധാനത്തിന് രാജ്ഞിയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, ടീം ഷെക്കയുടെ യൂറോപ്പ്, ഇത് ബഹുമാനപ്പെട്ട ഡെർണച്ചനാണ്. അച്ഛൻ UK-യിൽ 10 വർഷമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. തൃശ്ശൂർക്കാരനാണ്. ഷെക്കനെ ഒരുപാട് സ്നേഹിക്കുകയും നമ്മുടെ ശുശ്രൂഷകളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന കർത്താവിന്റെ വന്യ വൈദികനാണ് ബഹുമാനപ്പെട്ട ഡെർണച്ചൻ. എന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് പ്രിയ സഹോദരൻ വിന്നറാണ്. UK-യിൽ നമ്മുടെ ഷെക്കന യൂറോപ്പിന്റെ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്ന കർത്താവിന്റെ പ്രിയപ്പെട്ട ദാസനാണ് സഹോദരൻ വിന്നറും ടീമുമാണ് ഈ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്തത്. തൊട്ടടുത്ത് നിൽക്കുന്നത് ജെയ്മീൻ നല്ല ഒരു തീഷ്ണമതിയായ കർത്താവിന്റെ പൊന്നുമോനാണ്.
ഈ യൂറോപ്പ് ഈ ദിവ്യകാരുണ്യ മിഷൻ യാത്രയ്ക്ക് വേണ്ട മറ്റു കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുവാൻ മുൻനിരയിൽ നിന്ന് ജെയ്മിൻ ഒത്തിരി അതിനെ സപ്പോർട്ട് ചെയ്തു. ഇവിടെ നിൽക്കുന്നത് സഹോദരൻ ബൈജുവാണ് നമ്മുടെ ഷെക്കന യൂറോപ്പിന്റെ ആ പ്രൊഡക്ഷൻ കാര്യങ്ങൾ, അതിന്റെ ക്യാമറയും അതിന്റെ ഷൂട്ടിംഗ് എല്ലാം ക്രമീകരിക്കുന്ന കർത്താവിന്റെ നല്ലൊരു മോനാണ് ബൈജു. തീഷ്ണമതിയാണ് കർത്താവിന്റെ സഭയോട്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ടീമിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനിയും ഏകദേശം ഒരു 8-9 രാജ്യങ്ങൾ യാത്ര ചെയ്യാനുണ്ട്. യൂറോപ്പിന്റെ മണ്ണിൽ വീണ്ടും സത്യവിശ്വാസം കത്തിപ്പടരുവാൻ, യൂറോപ്പ് ഭൂഖണ്ഡം റീവാഞ്ചലൈസേഷനിലേക്ക് കടന്നു വരുവാൻ നമുക്ക് തീഷ്ണമായി പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയിൽ നിങ്ങൾ ടീമിനെ ഓർക്കണം. നിങ്ങളുടെ നിയോഗങ്ങളും ആവശ്യങ്ങളും ബിജുകുറി അമ്മയ്ക്ക് പ്രത്യേകം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവരുടെ മേലും ദൈവകൃപയും ദൈവാനുഗ്രഹവും സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു. എല്ലാവരെയും കർത്താവ് സമൃദ്ധമായി അമ്മ മാതാവിലൂടെ അനുഗ്രഹിക്കും.